മണിച്ചിരത്താഴ് ഡോക്ടർ സണ്ണി പോകും ഒരു വേറിട്ട വഴികളിലൂടെ, അതുപോലെ പോകേണ്ടി വരും. നമ്മളാണ് നമ്മളുടെ കുറെ അസുഖങ്ങൾക്ക് കാരണം. അതിനുള്ള ഒരു സ്പാർക്ക് എന്തായാലും എനിക്ക് മൈത്രി എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. മെഡിസിൻസ് മാത്രമല്ല ഈ ഒരു മൈഗ്രെയിൻ ക്യൂർ ആക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഞാൻ അവിടെ നിന്ന് പോരുമ്പോൾ എൻ്റെ അടുത്ത് പലരും പറഞ്ഞേ, യോഗയോ നിന്നെ കൊണ്ട് പറ്റില്ല, എക്സസൈസ് നീ ലെഗ് വെച്ചിട്ട് എന്ത് ചെയ്യാനാ, പിന്നെ ഈ തടി വെച്ചിട്ട് അങ്ങനെ ഫുൾ നെഗറ്റീവ്. അപ്പൊ എനിക്ക് അവരൊക്കെ പറയുമ്പോൾ എനിക്ക് എന്റെ മനസ്സിലൂടെ എനർജി ഇവരിങ്ങനെയൊക്കെ പറഞ്ഞാലും ഞാൻ ഒന്ന് പോയിട്ട് ട്രൈ ചെയ്യാം. എനിക്ക് എന്താണ് പറ്റാത്തത് എന്നുള്ളതൊന്ന് കണ്ടുപിടിക്കണം. ആ ഒരു ഡിസിഷനോട് കൂടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. പിന്നെ ഇവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കുറെ പ്രോസസ്സിൽ കൂടെയും കുറെ തെറാപ്പീസിലൂടെയൊക്കെ നമ്മൾ കടന്നുപോയി. ഹീലിംഗ് തെറാപ്പീസ് ഒരുപാടുണ്ടായിരുന്നു. അത് വളരെ യൂസ്ഫുൾ ആയിരുന്നു. ഞാനൊന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇങ്ങനെയൊക്കെ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ പോകും, തെറാപ്പീസ് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു 2-3 ഹീലിംഗ് തെറാപ്പീസ് തന്നെ ഉണ്ടായിരുന്നു. അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. എനിക്ക് തോന്നുന്നു നല്ലൊരു രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ തന്നെ ഉണ്ടായിട്ടുണ്ട്. കോൺഫിഡൻസ് നന്നായിട്ട് കൂടി. ഇപ്പൊ ഫിയർ ഉള്ള ഒരാൾ അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുന്ന ഒരാൾ, അതിന് നമുക്ക് കുറെ ഇമോഷൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ ആങ്കർ വരുമ്പോൾ ഇപ്പൊ എന്റെ കേസിൽ എനിക്ക് ആങ്കർ പെട്ടെന്ന് റേസ് ആയി, എനിക്ക് ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവും, പെട്ടെന്ന് റേസ് ആയി കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് മൈഗ്രെയിൻ വരും. ആ വരുന്ന മൈഗ്രെയിൻ എനിക്ക് ഭയങ്കര പെയിൻഫുൾ ആണ്, ഭയങ്കര പെയിൻ ആണ്. അങ്ങനെ ആ ഇമോഷൻസിനൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ ആ ഇമോഷൻ എങ്ങനെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് നമ്മുടെ ലൈഫിൽ നിന്ന് എടുത്ത് മാറ്റാം. നമുക്കൊരു 3rd ഡേ നമുക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു ഇമോഷൻസ് ഒക്കെ ആ പ്രോസസ്സിൽ കൂടെ എനിക്ക് എക്സ്പ്രസ് ചെയ്യാം. ഇങ്ങോട്ട് വന്ന ജോലിയിലൊക്കെ തിരിച്ചു പോകണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ മൈഗ്രെയിൻ രോഗികൾ എന്തായാലും മസ്റ്റ് തന്നെ ഞാൻ പറയുള്ളൂ, എങ്ങനെയെങ്കിലും ടൈം കണ്ടെത്തിയിട്ട് നമ്മൾ ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതെന്തായാലും അവരുടെ ലൈഫിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല. ഞാൻ അത്രയും എക്സൈറ്റഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ ഇത്രയൊന്നും പറയില്ല, ജസ്റ്റ് 2 വാക്കിൽ പറഞ്ഞ് അവസാനിക്കുള്ളൂ. അപ്പൊ എനിക്ക് അത്രയ്ക്കും താങ്ക്സ് പറയാനുണ്ട് നിങ്ങളുടെ അടുത്ത്. എന്തായാലും ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ അത് ലൈഫിൽ വേസ്റ്റ് ആയി പോകും. കാരണം ഇത്രയും കാലം ഒരു പെയിൻ ടോളറേറ്റ് ചെയ്ത് ജീവിക്കുന്നതിനേക്കാളും നല്ലതല്ലേ ജസ്റ്റ് ഒരു എഫേർട്ട് എടുത്തിട്ട് അനുഭവിച്ച് നോക്കണത്. അപ്പോൾ ഒരു 5 ഡേയ്സ് എന്തായാലും മാറ്റി വെക്കാം. എത്ര തിരക്കുണ്ടെങ്കിലും എത്ര സ്ട്രഗിളിംഗ് ഉണ്ടെങ്കിലും ഒരു 5 ഡേയ്സ് അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം എന്ന് തന്നെയാണ് എനിക്ക് മൈഗ്രെയിൻ പേഷ്യൻസിന്റെ അടുത്ത് പറയാനുള്ളത്.